ഹാഷ്മിയുടെ ഇൻട്രോ കഴിയുമ്പോൾ തന്നെ നമ്മളങ്ങോട്ട് ഇരിക്കുന്നത് ഈ മനുഷ്യന് എന്നാ മറുപടി കൊടുക്കണേ. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരുപാട് അല്ല, ഹാഷ്മിയുടെ ഇൻട്രോ കേട്ട് ബോധം കെട്ട് പോയ ഇൻട്രോ ഏതായിരുന്നു? ബോധം കെട്ട് പോയെന്ന് പറയാം മിക്കവാറും എല്ലാം തന്നെ ബോധം കെട്ട് അതൊട്ട് കുറവില്ലല്ലേ? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ അവതാരകരിൽ പഠിച്ച പോയിന്റ് ഒക്കെ പലരും മറക്കുന്ന പറയാ. അല്ല, ഇതെന്താന്ന് അറിയാമോ, ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് നല്ല മൂഡില് സന്തോഷമായിട്ട് ഹാഷ്മി എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരൊറ്റ വരവ്. അതിനകത്ത് നോക്കിക്കൊണ്ട് വന്നാൽ മറന്നുപോയി. സാറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാഷ്മിയുടെ ഇൻട്രോ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. നമ്മളതിനെ ഒഴിവാക്കി കളയരുത്. അതിലൂടെ മാത്രമേ ഹാഷ്മിയെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒന്ന് ഒതുക്കാൻ പറ്റത്തുള്ളൂ. എനിക്കും അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ ഓണത്തിന് ആ ഷിപ്പിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഞാനത് പറഞ്ഞായിരുന്നു. എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞാനൊരു ഈ നമ്മുടെ ഒരു ഷിപ്പിലെ കാർഗോ കംപ്ലീറ്റ് ഇതിലേക്ക് പോയി സീക്കടിയിലേക്ക് പോയല്ലോ ഒരു 6-7 മാസം. അന്ന് ഞാൻ മറ്റൊരു ചാനലില് ഈ പറയുന്ന സമുദ്ര ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സയന്റിസ്റ്റും ഞാനും വേറൊരാളും ചർച്ചയ്ക്കിരുന്നു. ഹാഷ്മിയാണ് ആങ്കർ. അപ്പം കേരളത്തിലെ സംസ്ഥാന സർക്കാർ, അന്ന് ഞാൻ CPM-ലാ, സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തുകൂടെ ഇതിന്റെ ക്രൂവിനെ? അതായത് ക്യാപ്റ്റൻ സൈതം അയാളുടെ അധികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ചെയ്യുന്നു ഈ പറയുന്ന സമുദ്ര ഗവേഷണ വിദഗ്ധൻ. അപ്പൊ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റിന് അതിന് പവർ ഉണ്ടെന്ന് പറയും. ഞാൻ എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അന്തർദേശീയ തലത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ കുറിച്ചാണ്. ദോസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദോസ് കൺട്രി എന്നാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിക്കോളാൻ പറഞ്ഞു. അതേ എന്നെ അങ്ങോട്ട് വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. താങ്കൾ പഠിച്ചിട്ട് വരണം, താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് സാറ് കേട്ടത് ഒരുപാട് ട്രോൾ വന്നത്. അപ്പൊ എനിക്ക് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ആളുമായിട്ടുള്ള ചർച്ച ഇത് കഴിയുമ്പോൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുക. ഞാൻ ഹാഷ്മിയോട് പറഞ്ഞു, ഹാഷ്മി എനിക്ക് നിർബന്ധമായിട്ട് 1 മിനിറ്റ് തരണം, അന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹാഷ്മി എനിക്ക് ഔദാര്യത്തിന് 1 മിനിറ്റ് തന്നു. അപ്പൊ 8:03 ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാല്, കേരള ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാനുള്ള അന്തർദേശീയ ധാരണ അനുസരിച്ച് കേരള ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നാണ് ഈ വിദഗ്ധൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു സഹയാത്രികൻ ഇടതുപക്ഷത്തിന്റെ, ഞാൻ CPM-നെയും സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നുണ പറയാമെന്ന് ജനം വിചാരിക്കുള്ളൂ. കാരണം ഒരു അതിവിദഗ്ധൻ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ഹാഷ്മിയോട് ഞാൻ റിക്വസ്റ്റ് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഹാഷ്മിയും ഇത് വിശ്വസിച്ചിരിക്കുക. ഈ വിദഗ്ധൻ പറയുന്നത് ശരി, വിദഗ്ധനെ ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അത് തന്നെ അദ്ദേഹം വേറൊരു കൊറസ്റ്റോടെ കാണിച്ചു. അത് AI ട്രാൻസ്ലേഷൻ കൂടെ എടുത്ത് വായിച്ചു. താങ്കൾ വേണം മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ ചർച്ചയുടെ അവസാന നിമിഷം പിടിച്ചു വാങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ സാർ, ആ AI ട്രാൻസ്ലേറ്ററിനോട് ഒരു സ്വിച്ച് ഉണ്ട്, അതുകൊണ്ട് ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കൺട്രിയിൽ നിന്ന് വരും എന്ന് പറഞ്ഞു. ഇതാണ് അതിന് വസ്തുത എന്ന് പറഞ്ഞു. ഇല്ലായിരുന്നുവെങ്കിൽ ഈ ചർച്ചയിൽ സംഭവിക്കുന്നത് എന്താ, ഈ ചർച്ച കാണുന്ന ലോകത്തിലെ മലയാളികളിലെ ഏറ്റവും കുറഞ്ഞൊരു 60% CPM-ന് വേണ്ടിയിട്ട് വന്ന് നുണ പറയുന്ന ഒരാളായിട്ട് എന്നെ മാറ്റും. അതെൻ്റെ പാർട്ടിക്കും ദോഷം ചെയ്യും. കാരണം ഈ വിദഗ്ധനാ പറയുന്നത് സ്റ്റേറ്റിനെ അറസ്റ്റ് ചെയ്യാന്നുള്ളവരും. ഞാൻ ആ കൂടെ ചോദിച്ചു, സാറേ ശ്രീലങ്കയിലാണ് ആര് അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ശ്രീലങ്കയിൽ സ്റ്റേറ്റ് ഇല്ല, അവിടെ പ്രോവിൻസേ ഉള്ളൂ. അമേരിക്കയിലാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ദോസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദോസ് കൺട്രി എന്ന് പറഞ്ഞു. ആ ചർച്ച കഴിഞ്ഞ് എന്നെ ഹാഷ്മി വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ധാരണ അങ്ങനെയായിരുന്നു, ഇപ്പോഴും കാര്യങ്ങൾ ബോധ്യമായെന്ന് പറഞ്ഞു. എൻ്റെ തൊട്ടടുത്ത് നിങ്ങളുടെ ടോബി എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ റിപ്പോർട്ടർ ഇരിപ്പുണ്ട്. ഇപ്പം ഇങ്ങനെ ചില പ്രതിബന്ധങ്ങൾ ഈ ചർച്ചകളിൽ വരും. ഈ വിദഗ്ധരായിട്ടിരിക്കുന്ന ആളുകളും അവരെയും നമ്മളെയും തമ്മിൽ കാണികൾ രണ്ടായിട്ടാണ് കാണുന്നത്. നമ്മൾ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് എന്ത് നുണയും അടിച്ചുവിടും എന്നാണ് അവരുടെ ധാരണ. അതിവിദഗ്ധനായ ഒരു സയന്റിസ്റ്റ് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.